അപ്പൊ ഇതൊക്കെ നമുക്ക് ത്വഹാറത്ത് എന്ന ഗണത്തിലേക്ക് വരണം. അതിനാണ് ഇങ്ങനെ നിർവചനം. ഇർത്തിഫാഉൽ ഹദസ്, അശുദ്ധിയെ എടുത്തൊഴിവാക്കുക. വമാ ഫീ മഅനാഹു, ആ ആശയത്തിൽ വരുന്നതും. അശുദ്ധിയെ ഉയർത്തലും അശുദ്ധിയെ ഉയർത്തുക എന്ന ആശയത്തിൽ എന്തെല്ലാം വരുമോ അതൊക്കെ. അപ്പൊ രണ്ടാമത്തെ വുദൂ ഈ ആശയത്തിലുള്ളതാണ്. വുദൂ ഉള്ള ഒരാൾ വീണ്ടും വുദൂ ചെയ്യൽ ഇതേ ആശയമാണ്. അവിടെ എന്തില്ല? അശുദ്ധിയെ ഉയർത്തൽ എന്നൊന്നില്ല. പക്ഷെ ആശയമാണ് അവിടെ നടപ്പാക്കിയത്. സുന്നത്തായ കുളി കുളിക്കുമ്പോൾ അശുദ്ധിയെ ഉയർത്തുന്നില്ല എന്നാൽ അതേ ആശയമാണ് അവിടെ നടപ്പായത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും കഴുകലിൽ അശുദ്ധിയെ ഉയർത്തുന്നില്ല എന്നാൽ ആ ആശയമാണ് നടപ്പായത്. അവിടെ ഷാഫി മദ്ഹബിൽ ചർച്ച ഉണ്ട്. വുദൂവിന്റെ നിയ്യത്ത് എന്ത്? പണ്ട് സുന്നി മാർസ് പഠിച്ചു ചോദിക്കാറിയാ, വുദൂവിന്റെ നിയ്യത്ത് എന്താ പഠിച്ചത്? അശുദ്ധി ഉയർത്തുവാൻ വേണ്ടി ഞാൻ വുദൂ ചെയ്യുന്നു അല്ലേ? അശുദ്ധി ഉയർത്താൻ വേണ്ടി വുദൂ എന്ന ഫർദ് ഞാൻ നിർവഹിക്കുന്നു. അപ്പൊ അവിടെ മസ്അല വരും. അപ്പൊ വുദൂ ഉള്ള ഒരാൾ വുദൂ ഉണ്ടാക്കിയാൽ എന്താ ചെയ്യാൻ? വുദൂ ഉള്ള ഒരാള് വുദൂ പുതുക്കുന്നു. അപ്പൊ ഈ നിയ്യത്ത് പറ്റുമോ? ഇല്ലല്ലോ, കാരണം അശുദ്ധി ഉയർത്താൻ വേണ്ടിയല്ല, ഇവിടെ അശുദ്ധി ഉണ്ട്. അപ്പൊ അതും ത്വഹാറത്താണ്. അതിനാണ് വമാ ഫീ മഅനാഹു, അതിൻ്റെ ആശയത്തിൽ വരുന്നതും. വസവാദുൽ ഖബസി, അതേപോലെ മ്ലേച്ഛത നജസുകളെ നജസ ഉദ്ദേശം ഇവിടെ മ്ലേച്ഛമായവ ഉയരലും നീങ്ങലും. സവാൽ നീങ്ങൽ, ഇസാലത്ത് നീക്കൽ. സാല എന്നാണ് വാക്ക്. ചോക്കെന്താപ്പൊന്നൊരു പിടിക്കാത്ത. സാല നീങ്ങി, അതിൽ നിന്നാണ് സവാൽ നീങ്ങൽ. അസാല നീക്കി, അതിൽ നിന്നാണ് ഇസാലത്ത് നീക്കൽ. അപ്പൊ സവാല് നീങ്ങല്, ഇസാലത്ത് നീക്കല്. മുസന്നിഫ് ഉപയോഗിച്ച് ഇസാലത്തുൽ ഖബസി എന്നല്ല, സവാദുൽ ഖബസി എന്നാണ്. അഥവാ നജസ് സ്വയം ശുദ്ധിയായാലും അത് ശുദ്ധിയായി മാറും, തഹാറത്തായിട്ട് പരിഗണിക്കാം. അപ്പൊ നജസ് സ്വയം ശുദ്ധിയാകുമോ? ശുദ്ധിയാകും. എല്ലാ നജസും ശുദ്ധിയാകുമോ? ഇല്ല. നജസ് രണ്ടൈറ്റം ഉണ്ട്. അസ്ൽ നജസല്ല, നജസ് വന്ന് ചേരുക വഴി നജസായി മാറി. ഇപ്പൊ വസ്ത്രത്തിൽ മൂത്രമായി, വസ്ത്രം നജസാണോ? അല്ല, വസ്ത്രം ശുദ്ധിയാണ്. അതിലേക്ക് നജസ് വന്ന് ചേർന്നപ്പോൾ ഈ വസ്ത്രം നജസായി മാറി. അപ്പൊ ആ നജസ് നീക്കി കഴിഞ്ഞാൽ വസ്ത്രം വീണ്ടും ശുദ്ധിയായി മാറി. നാം മൂത്രം അസ്ലിൽ തന്നെ നജസാണ്, ഞാൻ ശുദ്ധിയാക്കാൻ കഴിയുമോ? ഇല്ല. നായ അസ്ലിൽ നജസാണ്, അത് ശുദ്ധിയാകുമോ? ഇല്ല. ശുദ്ധി ആകുന്ന നേരം ഘട്ടമുണ്ടെങ്കിലോ ഇതിന് വരും ചെയ്യും. നായ ശുദ്ധിയാണ് ഘട്ടമുണ്ട്. നായ വേണമെങ്കിൽ ശുദ്ധിയാകുന്ന ഘട്ടമുണ്ട്. നമുക്ക് അവർക്ക് ഇപ്പൊ പറയാം, ഇപ്പൊ പറഞ്ഞ വിശ്വാസമാവും. അപ്പൊ ആ ഘട്ടത്തേക്ക് എത്തുമ്പോൾ അതും എന്താണ്? ത്വഹാറത്താണ്. അതാണ് സവാദുൽ ഖബസി, അശുദ്ധി നീങ്ങലാകുന്നു. അതാണ് നേരത്തെ പറഞ്ഞ കള്ള് സ്വയം സുർക്കയാവുക. കള്ള് സ്വയം സുർക്കയാവും. അപ്പൊ കള്ള് നജസാണെങ്കിൽ സ്വയം സുർക്കയാവുമ്പോൾ ശുദ്ധിയാണെന്ന് പറയുമ്പോൾ എന്തായി? സ്വയം അത് നീങ്ങി. എന്ന പോലെ നായ അത് സ്വയം ശുദ്ധിയായി മാറുന്ന ഘട്ടമുണ്ട്. നായ രൂപമാറ്റം സംഭവിച്ച് ചത്ത് ഒന്നാകെ എവിടെയും പോയി കിടന്ന അവസാനം അത് കോലമൊക്കെ മാറി അത് വേറെ സാധനമായി മാറി. അപ്പൊ അത് ശുദ്ധിയാകുമോ? ഇല്ലേ? അതൊരു മസലയാണ്. അത് ഉപ്പായി മാറിയേക്കാം. നായ ഒന്നാകെ വലിയ ഒരു ഉപ്പിന്റെ ഇതിൽ പോയി വീണ് ചത്തു. കുറച്ച് കാലം ഇപ്പൊ നായനെ കാണാനില്ല, നായ ഫുള്ള് ഉപ്പായി മാറിയിട്ടുണ്ട്. അതിന് എല്ലും മുള്ളൊന്നുമില്ല, കംപ്ലീറ്റ് ഉപ്പായി മാറി. ആ ഉപ്പ് ശുദ്ധിയാണോ? അല്ലേ? അത് ഫിഖിന്റെ ചർച്ചയാണ്, നമുക്ക് വരുമതൊക്കെ. അപ്പൊ ഏതെന്നാലും ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ത്വഹാറത്ത്. അപ്പൊ കിതാബ് ത്വഹാറ എന്ന് പറയുമ്പോൾ ത്വഹാറത്ത് എന്താണ്? ത്വഹാറത്ത് ഇർതിഫാഉൽ ഹദസി വമാ ഫീ മഅനാഹു വസവാദുൽ ഖബസി. മനസ്സിലായിട്ടുണ്ടല്ലോ? ഇർതിഫാഉൽ ഹദസി അശുദ്ധിയെ നീക്കലാണ്, ഉയർത്തലാണ്. വമാ ഫീ മഅനാഹു ആ അർത്ഥത്തിൽ വരുന്നവയും, വസവാദുൽ ഖബസി അതോടൊപ്പം മ്ലേച്ഛത നീങ്ങലുമാകുന്നു എന്നാണ് ഇവിടെ അദ്ദേഹം കൊടുത്ത നിർവചനം. എന്തെന്നാലും ഹദസ് എന്ന് പറയുമ്പോൾ ഇല്ല, ഇസാലത്ത് പറഞ്ഞതാണ് സ്വയം നീങ്ങിത് പെടൂല.
ഇസാലത്ത് മഴ പെയ്തിട്ട് തുണി വൃത്തിയായി പോയാൽ അത് പോരാ, നമ്മൾ അലക്കണം എന്ന് പറയേണ്ടി വരും. അപ്പോൾ തഹീറാവുള്ളൂ. ഒരു വസ്ത്രം മൂത്രത്തിൽ വീണു, കാഷ്ടത്തിൽ വീണു, രക്തം പുലർന്നു എങ്കിൽ അത് മഴ പെയ്ത് ശുദ്ധിയായാലും പോരാ, നമ്മൾ പിന്നെയും അതും കൊണ്ടിട്ട് അലക്കണം എന്ന് പറയേണ്ടി വരും. ഇസാലത്ത് പറഞ്ഞാൽ. സവാല് പറഞ്ഞാൽ അതും കൂടി ഇതിൻ്റെ അർത്ഥത്തിൽ ഉൾപ്പെട്ടു. അപ്പം അത്രയും ഭാഗത്തേക്ക് ആലോചിച്ചിട്ടാണ് പണ്ഡിതന്മാർ ഒരു വാക്ക് പറയുക എന്ന്. വെറുതെ കൊടുക്കില്ല. ഓരോ വാക്ക് ഉപയോഗിക്കുമ്പോഴും എത്ര മസ്അലയിലേക്ക് അത് പോകും, ഏതെല്ലാം മസ്അലകളിലേക്ക് അത് പോകും എന്ന് ആലോചിച്ചിട്ടേ ഒരു സംഗതിക്ക് ഒരു ഹുക്മ് പറയുള്ളൂ. അത് ഒരുപാട് എല്ലാ മസ്ലിം ഇതേപോലെ വരും. ഓരോ വാക്കുമെന്നും അതിൻ്റെ വകഭേദങ്ങളായി വരാവുന്ന കണ്ടപ്പോൾ നമ്മൾ ഇപ്പം കണ്ടില്ലേ, ഏതെല്ലാം വകുപ്പിലേക്ക് ഇതിന് ചിന്ത പോകാം. ഈ ഇസാലത്തു നജസ് അല്ലെങ്കിൽ സവാൽ നജസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസങ്ങൾ, ഇർത്തിഫാൽ ഹദസ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന അർത്ഥവ്യത്യാസങ്ങൾ, ഒമാഫി മൈനാഹു പറഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നങ്ങൾ, എത്രയോ മസ്അല അവിടെ നിയമം മാറും. അപ്പം ഇതിന് നിർവചനം പറയുമ്പോൾ ഇസാലത്തുൽ ഖബസ് എന്നാണ് പറഞ്ഞത് എങ്കിൽ സ്വാഭാവികം ശേഷമുള്ള എന്ത് മനസ്സിലാക്കും? സ്വയം ശുദ്ധിയായ സംഗതി ശുദ്ധിയായി പരിഗണിക്കൂല, ശുദ്ധി ആക്കെങ്കിൽ മാത്രം ശുദ്ധിയായി പരിഗണിക്കുള്ളൂ. കാരണം ഇസാലത്തുൽ ഖബസ് നിലപെട്ടുള്ളത്. അപ്പോൾ പല മസ്അലയും തെറ്റിപ്പോകും. അത് തെറ്റാതിരിക്കാനാണ് ഓരോ വാക്കും ഇത്രയും മൈന്യൂട്ടായി അവർ ഉപയോഗിക്കുന്നത്.